ബിഗ് ബോസിൽ ഏതൊക്കെ രീതിയിലാണ് അടികൾ വരുന്നതെന്ന് പറയാൻ തന്നെ പറ്റുന്നില്ല. ഇന്നലെ വരെ വളരെ സെൻസിറ്റീവായ കാര്യമാണെങ്കിൽ ഇന്നിതാ നോൺ വെജിറ്റേറിയനും വെജിറ്റേറിയൻസും തമ്മിലുള്ള അടിയാണ്. സ്ഥിരമായി ബിബി ഹൗസിൽ വെജിറ്റേറിയനായ ജിഷിൻ തനിയെ തന്നെ കുക്ക് ചെയ്തുകൊണ്ടായിരുന്നു കഴിക്കാറുള്ളത്. എന്നാൽ ഇന്ന് ജിഷിന് വേണ്ടി അനുമോൾ കുക്ക് ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ ജിഷിൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, ഞാൻ തന്നെ കുക്ക് ചെയ്തോളാം എന്ന്. എന്നാൽ കിച്ചൺ ടീമായ അനുമോൾ പറഞ്ഞു ഇല്ല, ഞാൻ ചെയ്തോളാം, ഞാൻ കിച്ചൺ ടീമിലെ മെമ്പറാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ജിഷിൻ പറഞ്ഞു ഇന്ന് ഇവിടെ ഫിഷ് കുക്ക് ചെയ്യുന്ന ദിവസമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത് ഒട്ടും തൃപ്തികരമല്ല, അതുകൊണ്ട് ഞാൻ തനിയെ കുക്ക് ചെയ്തോളാം എന്ന്. എന്നാൽ അത് വിസമ്മതിച്ചതിന്റെ മുകളിലായിരുന്നു പിന്നീട് അവിടെ അടിയുണ്ടായത്. അനുമോളും ഒണിയലും മറ്റുള്ള ഹൗസ്മേറ്റ്സും പറഞ്ഞു കിച്ചൺ ടീമിനെ പിന്നെ നിയോഗിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവർ നിങ്ങൾ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് അവർ നിങ്ങൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി തരും, അപ്പോൾ നിങ്ങൾ അത് കഴിച്ചോളൂ, അതിനുശേഷം നോൺ വെജിറ്റേറിയൻ അവർ കുക്ക് ചെയ്തുകൊള്ളും. എന്നാൽ ജിഷിൻ പിടിച്ച പിടിയാലെ നിൽക്കുകയായിരുന്നു. എനിക്ക് അവർ മീനെല്ലാം തൊട്ട കൈകൊണ്ട് വെജിറ്റേറിയൻ കുക്ക് ചെയ്യുന്നതിനോട് ഒട്ടും താല്പര്യമില്ല, അവരുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടും അത് അവിടെ ആരും അംഗീകരിച്ചില്ല. ഒണിയലും ജിഷിനുമായിരുന്നു കൂടുതൽ നേരം സംസാരിച്ചത്. ഒണിയൽ പറഞ്ഞു അവൾ ഇത്രയും നിങ്ങൾക്ക് കുക്ക് ചെയ്തു തരാൻ പറഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്ര പിടിവാശി? നിങ്ങൾ ഇവിടെ ഒരു കിച്ചനേ ഉള്ളൂ എന്നുള്ളത് അറിഞ്ഞുകൊണ്ടല്ലേ വന്നത്? കിച്ചൺ ടീമിനെ സെലക്ട് ചെയ്യുന്നതും ഇവിടെയുള്ള അത്രയും മെമ്പേഴ്സിന് കുക്ക് ചെയ്യുവാനാണ്, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. ജിഷിൻ അപ്പോൾ ചോദിച്ചു ഇത്രയും നാളില്ലാത്ത എന്ത് പ്രശ്നമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്? ഇത്രയും നാൾ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഇല്ലാത്ത പ്രശ്നം എന്തുകൊണ്ടാണ് ഇന്നുള്ളത് എന്നാണ് ജിഷിൻ ചോദിച്ചത്. നിങ്ങളെ കൈകൊണ്ട് കുക്ക് ചെയ്യുന്നത് ഞാൻ കഴിക്കില്ല എന്നാണ് ജിഷിൻ ഒറ്റപ്പിടിയാലെ നിന്നുകൊണ്ട് പറയുന്നത്. കാരണം നിങ്ങൾ ആ നോൺ വെജ് വെച്ചതും അല്ലെങ്കിൽ നോൺ വെജ് തൊട്ട കൈകൊണ്ട് നിങ്ങൾ വെജിറ്റേറിയൻ ഉണ്ടാക്കുമ്പോൾ ഇത്രയും നാൾ ഞാൻ കാത്തു സൂക്ഷിച്ച അല്ലെങ്കിൽ ഞാൻ വെജിറ്റേറിയൻ ആയിക്കൊണ്ട് മരിക്കുവാൻ തന്നെ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഞാൻ വെജിറ്റേറിയൻ തന്നെയായിരുന്നു, അതുകൊണ്ട് തന്നെ ഇവർ നോൺ വെജ് കുക്ക് ചെയ്യുന്ന സമയത്ത് വെജിറ്റേറിയൻ ഉണ്ടാക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അവർ യൂസ് ചെയ്യുന്ന പാത്രമായാലും തവിയായാൽ പോലും അവർ അത് നല്ല രീതിയിൽ കെയർ ചെയ്യുമോ എന്നുള്ളത് പോലും എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ അവർ ഉണ്ടാക്കുന്ന ഫുഡ് എനിക്ക് താല്പര്യമില്ല, ഞാൻ കഴിക്കില്ല എന്നാണ് ജിഷിൻ പറഞ്ഞത്. ഒണിയൽ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകതകൾ ഒന്നും തന്നെ ഇല്ല, ഞങ്ങൾ ഉണ്ടാക്കി തരുന്ന ഫുഡ് നിങ്ങൾ കഴിക്കുക. ഇത്രയും നാൾ കിച്ചൺ ടീമിൽ അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നില്ല, വെജിറ്റേറിയൻസിന് പ്രത്യേകം കുക്ക് ചെയ്യുവാനുള്ള സമയം ഞങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ അനുവദിച്ചത്. ഇപ്പോൾ ഞങ്ങൾക്ക് സമയമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അതിനുവേണ്ടി നിങ്ങൾക്കുള്ള ഫുഡ് ഉണ്ടാക്കി തരികയാണ്, അപ്പോൾ കഴിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ജിഷിൻ പറഞ്ഞു ഇവിടെ പട്ടിണി കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കില്ല എന്ന്. ഇത്രയും നാൾ ഇല്ലാത്ത ഒരു പ്രശ്നമാണ് ഇപ്പോൾ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടിയും താല്പര്യത്തോടു കൂടിയും ഉണ്ടാക്കണം, അത് വിളമ്പുമ്പോഴും അതുപോലെ തന്നെയാകണം. ഞാൻ ഇത്രയും നാൾ ഇവിടെ കുക്ക് ചെയ്ത് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ജിഷിൻ ഭക്ഷണം നന്നായിട്ടുണ്ട് എന്ന്. അത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് വളരെയധികം നിറയാറുണ്ട്, കാരണം ഞാൻ ആഗ്രഹിക്കുന്നതും അതുമാത്രമാണ്. എന്നിട്ട് എനിക്ക് വേണ്ടി കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ അതും അവർ വേണ്ട ഞാൻ തന്നെ ഉണ്ടാക്കാം എന്ന് പറയുന്നതാണ് ഇത്രയും വലിയ പ്രശ്നം. അതുകൊണ്ട് ഇവിടെ ഇന്ന് എന്ത് ഉണ്ടാക്കിയാലും ഞാൻ കഴിക്കില്ല, നിങ്ങൾ എത്ര ദിവസം എന്നെ പട്ടിണിക്കിടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നായിരുന്നു ജിഷിൻ പറഞ്ഞത്. ഇതിനിടയിൽ ജിഷിന് വളരെയധികം സങ്കടവും ഉണ്ടായിരുന്നു. ജിഷിൻ അവിടെ കരയുകയും ചെയ്തു. സത്യത്തിൽ ഇവിടെ ആരുടെ ഭാഗത്താണ് ന്യായമായി നിങ്ങൾക്ക് തോന്നുന്നത്? കൂടുതൽ ബിബി അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.